കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധുവിനെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പെൺകുട്ടിയുടെ കുടുംബം. ഭർത്താവ് രാഹുലിനും കുടുംബത്തിനും എതിരെയാണ് പരാതി. അതേസമയം പന്തീരാങ്കാവ് SP ഓഫീസിൽ നിന്നും പെൺകുട്ടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ഈ മാസം 5-ാം തീയതി ഗുരുവായൂരിൽ വെച്ചായിരുന്നു മാലിങ്കര സ്വദേശിനിയായ പെൺകുട്ടിയുടെയും പന്തീരങ്കാവ് സ്വദേശി രാഹുലിന്റെയും വിവാഹം. തുടർന്ന് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരന്റെ വീട്ടിൽ വിരുന്നിന് പോയപ്പോഴാണ് മകൾ ക്രൂരപീഡനത്തിനിരയായ വിവരം മാതാപിതാക്കൾ അറിയുന്നത്. കുളിമുറിയിൽ വീണതെന്നാണ് ആദ്യം പറഞ്ഞതെങ്കിലും ആവർത്തിച്ച് ചോദിച്ചതോടെ ക്രൂരമർദ്ദനത്തെക്കുറിച്ച് മകൾ വിവരിച്ചുവെന്ന് ഹരിദാസ് പറഞ്ഞു. ഭർത്താവ് രാഹുൽ അമിത മദ്യപാനിയാണെന്നും പുലർച്ചെ 2 മണിയോടെ മദ്യപിച്ചെത്തിയയാൾ സ്ത്രീധനത്തെ ചൊല്ലിയാണ് അതിക്രമം നടത്തിയതെന്നും ഹരിദാസ് ആരോപിച്ചു. രാഹുൽ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചു. മുഷ്ടി ചുരുട്ടി പലതവണ തലക്കിടിച്ചു. മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും യുവതിയുടെ അച്ഛൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മാത്രമാണ് പന്തീരങ്കാവ് പോലീസ് കേസെടുത്തത്. വധശ്രമം ഉൾപ്പെടെയുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. രാഹുലിനെ കൂടാതെ ഇയാളുടെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെയും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ക്രൂരമായ ശാരീരിക പീഡനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. എന്നാൽ മാനസികമായി തളർന്നതിനാൽ യുവതിക്ക് കൗൺസിലിംഗ് നടത്തിവരികയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.